2023 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഉത്തം വണ്ടി അല്ലേ? ഡാർക്ക് എഡിഷൻ ആണ്. ഫുള്ളിന്റെ നേരെ താഴെ ഓപ്ഷൻ ആണ്. ഇനി ഓഡി A4 ഒരു കിടിലൻ വണ്ടി. ഇതിപ്പോ അതർ സ്റ്റേറ്റ് ആണ്, ഡൽഹിയാണ്. സിംഗിൾ ഓണർ ആയിരുന്നു. ഒരു 2013 മോഡലാണ്. 10,90,000 രൂപ വില രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ ആളുടെ പേരിലാക്കി കൊടുക്കും. പോളോ GT ആണ്. എന്താ മോഡൽ? 2020 മോഡലാണ്. 20 ഏറ്റവും ലാസ്റ്റ് വണ്ടി. ഇത് GT ആണ്. TSI ഓട്ടോമാറ്റിക് വണ്ടി. ഫൈനലി ചെയ്തിട്ടാണ് നമ്മൾ വില പറയുന്നത്. കാരണം ലോങ് എന്നൊക്കെ കസ്റ്റമർ ഉണ്ട്. അപ്പൊ അവരിവിടെ വന്ന് ബാർഗെയിൻ ചെയ്ത് തെറ്റി പോകുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അവർ വന്ന സ്ഥിതിക്കുള്ള ചെറിയ ഡിപ്രിസിയേഷൻ, ഒരു വലിയ രീതിയിലുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ ചെറിയ വണ്ടി മാരുതി 800 അൾട്ടോ, അതേപോലെ സ്വിഫ്റ്റ്, ആ കാറ്റഗറി ഉണ്ട്. ഇന്നോവ, ഫോർച്യൂണർ, സെഡാൻ ടൈപ്പ്, SUV ടൈപ്പ്, പ്രീമിയം സെഗ്മെന്റ്, എല്ലാ കാറ്റഗറിയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷോറൂമിന്റെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളെ ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ കേരളത്തിൽ യൂസ്ഡ് കാർസിൻ്റെ ഒക്കെ വീഡിയോ കാണുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ അൻഫാൽ ഖാൻ്റെ സഫാരി കാർസിലാണ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ചധികം പ്രീമിയം വണ്ടികൾ കാണിച്ചു തരാം. അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ചധികം പ്രീമിയം വണ്ടികൾ, അതോടൊപ്പം തന്നെ കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. എന്താ പറയുക, ഒരുവിധം എല്ലാ ടൈപ്പ് വളരെ ലോ ബഡ്ജറ്റിൽ നിന്നും കുറച്ച് ഒരു 50 ലക്ഷം 1 കോടിയൊക്കെ വില വരുന്ന വണ്ടികൾ വരെ അൻഫാൽ ഖാൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് നാളെ നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ട്, കാരണം അൻഫാൽ ഖാനെ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു കാരണം. അപ്പോൾ ഇന്ന് എന്തായാലും ആളിവിടെ ഉണ്ട്. സന്തോഷം. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സഫാരി കാർസിലോട്ടും സ്വാഗതം. അതെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഞാൻ കുറേ നാളായിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് വരണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഷോറൂം തുടങ്ങിയിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. നമ്മൾ താഴത്തെ ഷോറൂമിൽ ഇവരുടെ പ്രീമിയം വണ്ടീൻ്റെ ഒരു വീഡിയോന് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് അൻഫാൽ ഖാനെ കിട്ടി, അതുകൊണ്ട് നമ്മളിന്നൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചു കേട്ടോ. തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബും കൂടി ചെയ്തു വെച്ചോ. ഇവരുടെയും നമ്മുടെയും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അപ്ഡേറ്റ്സും കിട്ടും. അൻഫാൽ ഖാൻ ശരിക്കും നിങ്ങളെ ലൊക്കേഷൻ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇത് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്ന സ്ഥലം. പെരിന്തൽമണ്ണ 25 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് 30, നിലമ്പൂരിൽ നിന്ന് 30 കിലോമീറ്റർ ഒക്കെ ആയിട്ട് എല്ലാത്തിനും കൂടി ഒരു സെന്റർ പോർഷൻ ആണ്. ഈ ഒരു 3 സെന്ററാണ് കരുവാരകുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ ഇവർക്ക് പിന്നെ വേറൊരു കാര്യം കേട്ടോ, മറ്റേ സഫാരി കാർസ് നെറ്റിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ എന്തായാലും ഏകദേശം എത്ര വണ്ടി ഉണ്ടാവും മൊത്തം ഇവിടെ? ഇപ്പോൾ നമുക്ക് ഒരു ആവറേജ് എപ്പോഴും നമ്മളൊരു 100 വണ്ടി സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പോൾ ലേസർ സ്റ്റോക്ക് കമ്പനി ഒരു 10-70 വണ്ടി 2 ഷോറൂമിലായിട്ട് സീസൺ ഒക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. പെരുന്നാള് അതുപോലെ തന്നെ വിഷു ഒക്കെ കഴിഞ്ഞുള്ളൂ. പുതിയ സ്റ്റോക്ക് കയറണുള്ളൂ. അതെ. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ബഡ്ജറ്റിൽ എടുക്കാവുന്ന, വിശ്വസിച്ചെടുക്കാവുന്ന, അതാണ് ഈ ഏറ്റവും കൂടുതൽ നല്ല വണ്ടികൾ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അങ്ങനെ ഞാൻ പറയും. തീർച്ചയായിട്ടും അല്ലേ? ആ വാക്ക് എന്ന് നമ്മൾ നിലനിർത്തും. അതെ. അതിന്റെ വേറൊരു കാര്യം കൂടി പറയുന്നതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് എന്തായാലും ഈ ഒരു പോളോയിൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങാം കേട്ടോ. അൻഫാൽ ഖാൻ പോളോ GT ആണല്ലേ? പോളോ GT ആണ്. എന്താ മോഡലും കാര്യങ്ങളും? 2020 മോഡലാണ്. 20 ഏറ്റവും ലാസ്റ്റ് വണ്ടി. ഇത് GT ആണ്. TSI ഓട്ടോമാറ്റിക് വണ്ടി. ഇത് ശരിക്കും 1.5 അല്ലേ വരുന്നത്? 1.6 അല്ലേ? 1.6 TSI ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ വണ്ടി, സെക്കൻഡ് ഓണർ. ഇങ്ങനത്തെ വണ്ടി ഇപ്പൊ നമുക്ക് കിട്ടാനില്ല. കാരണം ഒരു ലിമിറ്റഡ് വണ്ടിയാണ്. ഇത് നിന്നു ഷോറൂമിൽ നിർത്തുകയും ചെയ്ത് കയ്യിലുള്ള ആരും കൊടുക്കുകയോ ഇല്ല. അത് മാത്രമല്ല മോഡൽ കൂടിയ വണ്ടി എവിടെയും കാണാനുമില്ല. അതാണ് സത്യസന്ധമായ അവസ്ഥ. പിന്നെ ഇതിനകത്ത് ടയറൊക്കെ അത്യാവശ്യം നല്ല അലവിലും ടയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഓണർഷിപ്പിൽ ഒറിജിനൽ കേരളയിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. പിന്നെ കിലോമീറ്റർ ആകെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റ് വണ്ടിയാണ്. നമ്മൾ സാധാ പോളോനെ വെച്ചിട്ട് ആ കണ്ണുകൊണ്ട് ഇത് കാണരുത്. സാധനം വേറെയാണ്. ഓടിക്കാൻ പുലിയാണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സും എല്ലാം തന്നെ കമ്പനി വരും അല്ലേ? ഈ ഒരു അലോയിൽ ഇത് ഹൈലൈറ്റ് സാധനം കേട്ടോ. അത്യാവശ്യം നല്ല പൈസന്റെ മുതലാണത്. പിന്നെ നമ്മൾ ഇതിപ്പോ എത്രക്ക് കൊടുക്കുന്നത്? ഇത് 10,50,000 രൂപ വില വരും. 10 ലക്ഷം. ഇത് കാരണം ഇപ്പൊ നമ്മൾ പോളോ നമ്മൾ തന്നെ 1,90,000 മുതലുള്ള പോളോകൾ നമ്മൾ വിറ്റിട്ടുണ്ട്. 2-2.5 കിട്ടും. കാണാനൊക്കെ ഒരേപോലെ. പക്ഷെ ഇത് മുതൽ വേറെയാണ്. അതിനെപ്പറ്റി അറിയണവർക്ക് അറിയാം. അത്യാവശ്യം വില ഉണ്ട്. കാരണം ഇത് പുതിയ വണ്ടി ഇപ്പൊ കിട്ടാനില്ല. മാർക്കറ്റിൽ വില ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വിലയാണ്. ഇത് അറിഞ്ഞ് മനസ്സിലാക്കി എടുക്കുന്ന ആൾക്ക് എടുക്കാം. അപ്പൊ എന്തായാലും പോളോ വില ചെറുതായിട്ട് കൂടുതൽ ഉണ്ടാവും. കാരണം ഇത് ഈ GT ഒക്കെ എടുക്കണമെങ്കിൽ GTൻ്റെതായിട്ടുള്ള ആൾക്കാർ അവർക്കേ പറ്റുള്ളൂ. അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാധനം കൂടിയാണ്. അപ്പൊ എന്തായാലും 10,50,000 രൂപ. പിന്നെ ഇവരുടെ അടുത്ത് ലോണിന്റെ ഒരു പരിപാടി ഇല്ല അല്ലേ? അത് വരുന്ന ഇനിയിപ്പോ അത്ര നിർബന്ധമുള്ള ആളുകൾക്കാണെങ്കിൽ അവരെ നാട്ടിൽ അവർക്ക് റെഡിയാക്കി അവർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ലോൺ ഫെസിലിറ്റി ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അതിന്റെ ഒരു കാര്യം നമുക്ക് സംസാരിക്കുക വേണ്ട കേട്ടോ. ഒരു പുതുപുത്തൻ
കുഷാക്കും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? സ്കോഡ കുഷാക്ക്, അതായത് സ്കോഡന്റെ ഒരു ന്യൂ ജനറേഷൻ വണ്ടിയാണ്. നല്ല രസമുള്ള ഒരു വണ്ടി, കോമ്പാക്ട് SUV കേട്ടോ. ശരിക്കും ഏതാ മോഡൽ? ഇത് 2021 മോഡലാണ്. 21 22 രജിസ്ട്രേഷൻ ഉണ്ടാവും. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 5/2/2022. അതേപോലെ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. അതേപോലെ ഇത് ശരിക്കും 1.5 ആണ്. പെട്രോളിൽ മാനുവലിൽ ഫുൾ ഓപ്ഷൻ, സൺറൂഫ് വരെ വരുന്ന വണ്ടി. ഇതുവരെ പ്രീമിയം സെഗ്മെന്റിൽ, അതായത് പ്രീമിയം വാഹനം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. എല്ലാ ഓപ്ഷനും ഉണ്ട്. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്ലാസ് വണ്ടിയാണ്. അതെ. നമ്മുടെ ഫോളോയിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. എന്ത് മൈലേജ് കിട്ടും? ഇത് ഏകദേശം ഒരു 10-15 ഉള്ളിലായിട്ട് 15 കിലോമീറ്ററോട് അടുപ്പിച്ചൊക്കെ മൈലേജ് ഹൈവേയിൽ. അതെ, ഹൈവേയിൽ. ട്രാഫിക്കിൽ നിങ്ങൾ ഒരു 10-12 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടീന്റെ ക്വാളിറ്റി തന്നെയാണ്. ഒരു പുതിയ വണ്ടി 1.5 ആയതുകൊണ്ട് തന്നെ ഓടിക്കാൻ നല്ല രസമുണ്ടാവും. അടിപൊളിയാണ്. പെട്രോൾ ആയതുകൊണ്ട് ഭയങ്കര റിഫൈൻഡും ആയിരിക്കും. കാണാൻ ഒരു ക്യൂട്ട് ലുക്കാണ്. ഒരു SUV ഫീൽ തന്നെ ഉണ്ട്. അതെ. പിന്നെ ഒരു പുതിയ വണ്ടി എടുക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് വന്ന് കണ്ടിട്ട് പോയിക്കോളൂ. എടുക്കണം ഞാൻ ആരോടും ജസ്റ്റ് വന്ന് കാണുക അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാവും. കാരണം ഒരു 10-22 ലക്ഷം രൂപയോളം ഇത് ഓൺ റോഡ് പ്രൈസ് ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എത്രയ്ക്കാണ് കൊടുക്കാൻ വെച്ചിട്ടുള്ളത്? ഇത് നമുക്ക് ഫൈനലേ 15,75,000 രൂപ കൊടുക്കാം അല്ലേ? പുതിയ വണ്ടി എടുക്കണമെങ്കിൽ നല്ലൊരു ഡിപ്രിസിയേഷൻ, ഏകദേശം ഒരു 7 ലക്ഷം രൂപേന്റെ അടുത്ത് ഡിപ്രിസിയേഷൻ ഉണ്ട്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുത്തത്തിന്റെ ആ ഒരു ഫീല് വിട്ടിട്ടില്ല. അതെ. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. പ്രിഫർ ചെയ്യാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതുപോലെ ഇതാണ് ഇപ്പൊ നമ്മുടെ മെയിൻ സാധനം അല്ലേ? അതെ, മെർസിഡീസ് ബെൻസ്. ഏതാ മോഡലൊക്കെ? ഇത് 2013 മോഡലാണ്. 13 വരുന്ന C220. അതായത് 9, 10, 11 വരെ ഒരു ഷേപ്പിലാണ് വന്നത്. അതിനുശേഷം ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് ഇപ്പൊ ഇത്. അതായത് പിന്നെ 12, 13 മോഡൽ വരെ വന്നു. 14 പിന്നെ ഇതും കഴിഞ്ഞിട്ട് വേറെ മോഡൽ വന്നു. അത് കുറച്ചുകൂടി മാർക്കറ്റ് അത്യാവശ്യം നല്ല റീസെയിൽ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ. ഇത് ശരിക്കും ഇപ്പൊ എത്രയാ കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? ഇത് 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. ഡീസൽ എഞ്ചിനാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. പിന്നെ C ക്ലാസ് ആകുമ്പോൾ അത്യാവശ്യം മെയിൻ്റെനൻസ് കുറവാണ്. അത്യാവശ്യം റീസെയിലും ഉണ്ട്, മൈലേജും കിട്ടും. പിന്നെ മോശമല്ലാത്തൊരു ഡിസൈനാണ്. കാരണം ഈ ഒരു വിലക്ക് കിട്ടുന്ന വണ്ടിയിൽ നല്ല ഇതിന്റെ വില കേട്ടാലാണ് എല്ലാവർക്കും അട്രാക്ഷൻ വരിക. 2013 ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ഈ വണ്ടി നമുക്ക് 10,75,000 രൂപയാണ് കൊടുക്കാം. ചെറിയ രീതിയിലുള്ള മാറ്റം വരും. നെഗോസിയേഷൻസ് ഉണ്ടാവും. എല്ലാ പ്രൈസിലും ഉണ്ടാവും, എല്ലാ വണ്ടിക്കും ഉണ്ടാവുമല്ലോ. ചെറിയ രീതിയിൽ നമ്മൾ ഫൈനൽ ചെയ്തിട്ടാണ് നമ്മൾ വില പറയുന്നത്. കാരണം ലോങ് എന്നൊക്കെ കസ്റ്റമർ ഉണ്ട്. അപ്പൊ അവരിവിടെ വന്ന് ബാർഗെയിൻ ചെയ്ത് തെറ്റി പോകുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അവർ വന്ന സ്ഥിതിക്കുള്ള ചെറിയ ഡിപ്രിസിയേഷൻ, ഒരു വലിയ രീതിയിലുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ അങ്ങനെ പറയുന്നത്. ലോണിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ലോൺ വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടുള്ള രീതിക്ക് ചെയ്യാം അല്ലെ? ഇവരുടെ അടുത്ത് അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല അല്ലെ? പലിശ പരിപാടി. പ്രീമിയം സെഗ്മെന്റ് നിങ്ങളെ കാണിക്കാൻ തുടങ്ങുകയാണല്ലോ. ഇപ്പൊ ചെറിയ വിലന്റെ വണ്ടികളാണ് നമ്മൾ കാണിക്കാൻ കൂടുതലുള്ളത്. അപ്പൊ ഇത്തരം വണ്ടികൾ കാണിക്കുമ്പോൾ നമ്മൾ മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, കിലോമീറ്റർ, ഇതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി ആണ് അല്ലേ? ഇപ്പൊ ഇത്തരം വണ്ടികൾ നമ്മൾ കൊടുക്കുമ്പോൾ മെക്കാനിക്കൽ പരമായിട്ട് അവർക്ക് ചെക്ക് ചെയ്യാൻ ഒരു 10-25-30 കിലോമീറ്ററിന്റെ ഉള്ളിൽ അവര് പറയുന്ന ഗ്യാരേജിലോ വർക്ക്ഷോപ്പിലോ കൊണ്ടുപോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം അവർക്ക് കൊടുക്കാം. ഇനി അവർക്ക് ചെക്ക് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് അവർക്ക് ചെക്ക് ചെയ്യാം. ഷോറൂമിൽ അങ്ങനെ ചെക്ക് ചെയ്യാം. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്ത് എല്ലാ ഭാഗവും നമ്മൾ കംപ്ലൈന്റ് ഇല്ലതും എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കും. പിന്നെ എടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസത്തേക്ക് ചെക്കിംഗ് വാറണ്ടി ഇതിന് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ പഴയ മോഡലാണ്. പിന്നെ ഓരോരുത്തർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിലിരിക്കും. അപ്പൊ അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും നമുക്ക് വന്നു തുടങ്ങി. നിങ്ങൾ എന്തായാലും ജെനുവിൻ ആയിട്ട്, പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, യൂസ്ഡ് കാറുകളാണ്, എവിടുന്നായാലും ചെക്ക് ചെയ്തിട്ട് എടുത്തോളാം. ഇവരുടെ ഭാഗം 100% ഓക്കെയാണ്. എന്നിരുന്നാലും നെറ്റിലും ബോൾട്ടിലും ഓടുന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അല്ലെ? ഒരു സേഫ്റ്റിക്ക് വേണ്ടി. അതല്ല, നിങ്ങൾ ചെക്ക് ചെയ്യാന്ന് പറയാൻ എനിക്ക് മടിയാണ്. കാരണം നമ്മളെ സ്ഥാപനത്തിൽ വന്ന് എടുക്കുന്ന ഒരാൾക്ക് ഇതിനെ പറ്റി അറിയില്ല. അപ്പൊ ഞാൻ ഓൾറെഡി നോക്കിയിട്ട് എല്ലാവിധ കാര്യങ്ങളും കാണിച്ച് വർക്കിംഗ് കണ്ടീഷനിലെ വണ്ടി കൊടുക്കുള്ളൂ. ഞാൻ പറഞ്ഞത് പറയുന്നത് നോക്കണ്ട, ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, അവർക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ? അതായത് വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഇപ്പൊ 1-2 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും കസ്റ്റമർ നമ്മളെ വിളിക്കുക. ഇത്തരം വണ്ടിയൊക്കെ 2 വർഷം കഴിഞ്ഞിട്ട് ഇവർ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നോക്കാതെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കും, നിങ്ങൾ അന്ന് തന്നപ്പോഴത്തെ പ്രശ്നം. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഏകദേശം 10-55 ലക്ഷം രൂപ വില വന്നതിന് വണ്ടി, അല്ലെങ്കിൽ 50 ലക്ഷം രൂപേന്റെ അടുത്ത് വില വന്നതിന് വണ്ടിയാണ് നമ്മൾ ഈ ആകെ 10 ലക്ഷം രൂപ കൊടുക്കണം. മനസ്സുകൊണ്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇത് പറ്റുള്ളൂ. അങ്ങനത്തെ പോലെ എടുത്താൽ മതി. ഞാൻ അതല്ല, ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ വേണ്ട ആൾക്കാർക്ക് നമ്മൾ അപ്പുറത്തെ ഷോറൂമിൽ വണ്ടി വേറെ ഉണ്ട്, ഇവിടെ വണ്ടി ഉണ്ട്. അത് കൂടി കാണിച്ചു വണ്ടിയൊക്കെ മോഡൽ കൂടിയതാണ്. ഇതിനൊക്കെ നമുക്ക് എങ്ങനെ വാറണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി ഈ കിടക്കുന്ന X1 ആണെങ്കിലോ
ഇത് 2011 മോഡൽ. 11 മോഡൽ. ഇതൊക്കെ ശരിക്കും ചെറിയൊരു സ്വിഫ്റ്റിന്റെ വിലക്ക് കൊടുക്കാം, ചെറിയൊരു പൈസക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പറഞ്ഞാലും ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടില്ല എന്ന് പറഞ്ഞാൽ BMW X1 SUV ഇതൊക്കെ എപ്പോഴും കാണാൻ എന്താ അതിന്റെ ഷേപ്പ്, എന്താ അതിന്റെ ലുക്ക്, ഡ്രൈവ് ചെയ്യാനൊക്കെ അടിപൊളിയാ. നല്ല മോഡൽ ഏതാ? ഇത് 2011 മോഡൽ. 11 കേരള വണ്ടി തന്നെ, ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 1.20 അടുത്ത് ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ. ഹിസ്റ്ററി നമുക്ക് എടുത്തു കൊടുക്കാം. ഇതിനൊക്കെ കിലോമീറ്റർ ജെന്യൂൻ. പിന്നെ 11 മോഡൽ ആകെ നമ്മൾ ചോദിക്കുന്നത് 7,75,000 ഉള്ളൂ അല്ലേ. പിന്നെ അതിന്റെ ഹിസ്റ്ററി നമ്മള് വണ്ടി മേജർ ആക്സിഡന്റ് ഉണ്ടോ, എഞ്ചിൻ കംപ്ലൈന്റ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ നമ്മൾ നോക്കാന്നല്ലാതെ കൂടുതലായിട്ട് നമ്മള് നോക്കിയിട്ടില്ല. ചെറിയ രീതിയിൽ മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല, അത് നമ്മള് 100% ഗ്യാരണ്ടി. മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല അറിയുമ്പോൾ നമ്മള് വീഡിയോയിൽ തന്നെ ആളുകൾ ചോദിക്കലുണ്ട് അപ്പൊ ചെറിയ ആക്സിഡന്റ് ഉണ്ടോ. ഇപ്പൊ ഒരു ബമ്പർ ആക്സിഡന്റ് ആയി ഇത് പൊട്ടിപ്പോയാലും അത് ചെറിയ ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു ഡോറിൽ സ്ക്രാച്ച് വന്ന് ഡോറ് മാറിയാലും അത് ചെറിയ ആക്സിഡന്റ്. നമ്മൾ ഉദ്ദേശിച്ച മേജർ ആക്സിഡന്റ്, അടിച്ച് അപ്രോണ് പോവാ, ചേസ് പോവാ, മറിഞ്ഞ വണ്ടി, ടോട്ടൽ ലോസ് വണ്ടി, ഇൻഷുറൻസിൽ ടോട്ടൽ ലോസ് ആക്കിയ വണ്ടികൾ അങ്ങനെയൊന്നും നമ്മൾ എടുത്തിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ തിരിച്ചെടുക്കും. 7,70,000. അപ്പൊ നമ്മൾ പൊതുവെ കൊടുത്ത വണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ പറയും, എഗ്രിമെന്റിൽ തന്നെ എഴുതും ഇതിനൊരു വാറണ്ടി ഇല്ല, ഒരു ഗ്യാരണ്ടി ഇല്ല, 3 ദിവസം കൊണ്ട് നിങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും 10 ദിവസം കഴിഞ്ഞ് കസ്റ്റമർ വിളിച്ചാലും നമുക്കൊരു സങ്കടത്തിന് നമുക്ക് ഇതിൽ നമ്മൾ തിരിച്ചെടുക്കാറുണ്ട്, അവർക്ക് വേണ്ട ചെയ്ത് കൊടുക്കാറുണ്ട്. എത്ര പറഞ്ഞു കൊടുത്താലും കസ്റ്റമർ ചിലപ്പോ നിങ്ങളെ കാര്യം വണ്ടി എടുത്ത് നിങ്ങൾ വണ്ടി എടുത്ത് ഗൾഫിൽ പോയി, പിന്നെ അടുത്ത് വരുന്ന ഗൾഫിൽ നിന്ന് വരുന്ന അനിയനേക്കാരം. അനിയന് ഈ ജ്യേഷ്ഠനോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞതെന്നൊന്നും അറിയില്ലാവില്ല. അപ്പൊ ഇത്തരം വണ്ടികൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ മനസ്സിലാണ്, മെയിൻ്റെനൻസ് ആണ്. കാരണം ഇത് എടുക്കാൻ ആർക്കും പറ്റും, ചെറിയ പൈസ എടുത്തോണ്ട് പോവാം. ഇത് കൊണ്ടിടക്കാൻ കാശണം, അതിനുള്ള കപ്പാസിറ്റി എടുത്താൽ മതി. കാരണം ഇത് നോർമൽ സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും സർവീസ് ഒക്കെ 20,000 രൂപേന്റെ ഉള്ളിലേ വരുള്ളൂ. നമ്മളൊരു ബ്രസ അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഉപയോഗിക്കണം മൈജിൽ ഇത് എടുത്തിട്ട് കംപ്ലൈന്റ് വരുമ്പോൾ അതിന് 5,000 രൂപേന്റെ പണി വരുമ്പോൾ ചിലപ്പോൾ ഇതിന് 30,000 രൂപേന്റെ പണി വരും. അപ്പോഴാണ് ഇത് ഓൾക്ക് ഒക്കാത്ത ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക ഒരു ഫാക്ട് ആണ്. കച്ചവടം നടക്കുക, വണ്ടി വിറ്റ് പോകലല്ല നമ്മളെ മെയിൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതല്ല പറയാം, ഇത് അടിപൊളിയാണ്, 3,400 കൊടുക്കുന്ന BMW കൊണ്ടുപോയിക്കോളി, അത്ര അടവ് ഇത്ര അടവ് ലോണ് ചെറിയ 1,00,000 രൂപ, നമുക്ക് സമാധാനമാണ്. എന്നും ഇവിടെ നിൽക്കണം. നമ്മളടുത്ത് വരുന്ന 10 ആൾ വന്നാലും നമ്മൾ ഓലെ മുന്നിൽ നെഞ്ഞും വെച്ച് നിൽക്കേണ്ട കണ്ടീഷൻ നിലനിൽപ്പ് അല്ലേ. അതെ, എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിയാം. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അൻഫാൽ ഖാന്റെ ഇവിടുത്തെ ഷോറൂമിലെ കാര്യങ്ങൾ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഇനി കുറച്ച് വേഗം കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. ഇനി ഇതാണെങ്കിലോ, ഇത് 2011 BMW ഒറിജിനൽ കേരള ഡീസൽ തന്നെ, സെയിം പ്രൈസ് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. 7.5 3 X1 ഉണ്ട് നമ്മൾ. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് വന്നാൽ നോക്കിയിട്ട് ശരിക്കും. പിന്നെ ഒറിജിനൽ കേരള ഡീസൽ വണ്ടി 2012 ആണ്. ഇതൊന്നും പാടെ മോഡൽ കൂടിയാണ്. 2012 മോഡലിൽ വന്നു. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഗ്രേ വണ്ടി ശരിക്കും 11 മോഡലാണ്. വൈറ്റും 11 ആണ്. ഇത് ബ്ലൂ 2012. ഈ ഗ്രേ എത്ര ഓടിയുണ്ട്? ഇത് 1ന്റെ മുകളിലോടി. ആ രണ്ട് വണ്ടിക്ക് നിങ്ങൾക്ക് 7,75,000 വരും. ഇത് 12 മോഡലാണ്. 1,00,000 രൂപ കൂടും. 1,45,000 രൂപ. 8,70,000. പിന്നെ അത് മോഡൽ മാറുന്നതിനനുസരിച്ച് മാറുന്നതിനനുസരിച്ച്. പിന്നെ എനിക്ക് തോന്നി ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചാണ്. കുറച്ചും കൂടി ഒരു തിളക്കമുണ്ട്. മറ്റു വണ്ടികൾ അടുത്ത് വന്നിട്ടുള്ളൂ, ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ പരിപാടികൾ. പിന്നെ ഇതൊക്കെ ആണെങ്കിലും ഒരു കസ്റ്റമർ വന്ന് വണ്ടി ബുക്ക് ചെയ്ത് അത് ഡെലിവറിക്ക് വരുന്ന സമയത്ത് ക്ലീൻ നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ. ഇപ്പൊ പഴയ വണ്ടികളാണ് എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് മോഡൽ കൂടിയ വണ്ടി ഇപ്പൊ കാണിച്ചല്ലോ, 2 വണ്ടി ഉണ്ട്. ഇനി ഒരുപാട് വണ്ടി വരാൻ 20, 21 അല്ല നമ്മൾ അപ്പുറത്തെ ഷോറൂമിലൊക്കെ ഉണ്ട്. അതും കൂടി ഞാൻ കുറച്ചെണ്ണം ആഡ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. മാത്രമല്ല ഇത് ഇപ്പൊ ഏകദേശം സംസാരം നടന്നുകൊണ്ടിരിക്കുക. അതെ അല്ലെ. എന്നാലും എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇതൊക്കെ ഏകദേശം 10,00,000 രൂപേന്റെ ഉള്ളിലേ വരുന്നു. 6 സിലിണ്ടർ വണ്ടിയും കൂടിയാണ്. 6 സിലിണ്ടർ വണ്ടിയാണ്. അതേപോലെ ഏകദേശം 10-75 ലക്ഷം രൂപന്റെ മുകളിൽ അന്ന് വില വന്നിരുന്ന വണ്ടിയാണ്. ഇപ്പൊ ഈ ക്യൂസാനൊക്കെ 10,00,000 രൂപേന്റെ ഉള്ളിൽ കിട്ടാറുണ്ട്. ഏതൊരാൾക്ക് കൊടുക്കാം. ഇത് 7 സീറ്റർ വണ്ടിയാണ്, മാസ് വണ്ടിയാണ്. ഒരുവിധം ഒരു 2011-12 കാലഘട്ടത്തിൽ, 10-11-12 കാലഘട്ടത്തിൽ ഒരുവിധം എല്ലാ സെലിബ്രിറ്റികളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇതിന്റെ ന്യൂ ഷേപ്പ് ഒക്കെ എല്ലാവരും 1 കോടിന്റെ മേലെ വില വരുന്നുണ്ട്. അതെ. ഇത് നമ്മളെ മമ്മൂക്ക പുതിയത് ഇറക്കിയ ക്യൂസാനുണ്ട് വീട്ടിലുണ്ട് അല്ലേ. അതായത് ഫസ്റ്റ് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ക്യൂസാന. അങ്ങനെയുണ്ടല്ലേ. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ക്യൂസാന്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എന്തായാലും 10 ലക്ഷത്തിനുള്ളിൽ കസ്റ്റമർ കോൺടാക്ട് ചെയ്തോട്ടെ. നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരായില്ലെങ്കിൽ കൊടുക്കാലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു. എന്തായാലും നോക്കിക്കോളൂ. ഇത് ശരിക്കും മോഡൽ ഏതായിരുന്നു? ഇത് 2009 മോഡലാണ് എന്റെ ഓർമ്മ. അനിയന ഡീൽ ചെയ്ത്. കുഴപ്പമില്ല. അതെന്തായാലും കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. നല്ല ക്വാളിറ്റിയാണ്, നല്ല കിടില അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. ശരിക്കും പറഞ്ഞാൽ ഒരു മാസീവ് സാധനമാണ്. 2013-14 ഈ ഷേപ്പിൽ തന്നെ വന്നുകൊണ്ട് തന്നെ
മോഡല് നമുക്കൊരു ഇത് തോന്നില്ല. അതേ ടൈപ്പ് വണ്ടിന് 25-26 ലക്ഷത്തിനൊക്കെ പോണ മോഡലുണ്ട്. 2015-16 അതെ 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 അതെ. ഇനിയിപ്പോ സാധാരണക്കാരന്റെ എന്താ പറയാ ഒരു പ്രീമിയം വണ്ടി ആർക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അൽക്കസാർ 7 സീറ്റർ ആണ്. ഒരു 7 സീറ്റർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും എടുക്കാം. പിന്നെ നല്ല ക്ലീൻ വണ്ടിയാണ്, പുതിയതാണ് തോന്നുന്നല്ലോ. അതെ അതെ, ഇത് 2021 മോഡൽ. 22 രജിസ്ട്രേഷൻ ഉണ്ട്. 8ാം മാസം രജിസ്ട്രേഷൻ ഉണ്ട് തോന്നുന്നു. ഓക്കെ. അതായത് പിന്നെ ഒറിജിനൽ കേരളയിൽ സിംഗിൾ ഓണറാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയല്ലേ. ആകെ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ വണ്ടി. അതായത് ഇതൊരു ഒരു പ്രീമിയം ടച്ച് തരുന്നുണ്ട് വണ്ടി. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 22 ലക്ഷം രൂപ അന്ന് ഓൺ റോഡ് പ്രൈസ് ഉണ്ട്. 22 ഇപ്പൊ വീണ്ടും കൂടിയിട്ടുണ്ട്. 23-24 വരുന്നുണ്ട്. ഇത് നമ്മള് 17.25 ആസ്കിംഗ് പ്രൈസ് അല്ലേ. 17,75,000 രൂപയ്ക്ക് വളരെ വളരെ ലോ കിലോമീറ്റർ പോവാ. 100% ഗ്യാരണ്ടി. ഇതിനൊന്നും പിന്നെ നമുക്കൊന്നും പറയാനില്ല. പുറത്തുനിന്നൊക്കെ ലോൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു പൈസ ലോണും കയറും അല്ലേ. അത് കസ്റ്റമർ അന്വേഷിക്കാം. അതെ, വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. ക്ലീൻ വണ്ടി അല്ലേ. ഓക്കെ, എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. നല്ല നല്ല നീറ്റ് വണ്ടികളാണ്. നിങ്ങൾ ആരെങ്കിലും നല്ലൊരു EV നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സോൺ EV അല്ലേ. 2023 ആണ്. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഉത്തമ വണ്ടി അല്ലേ. ഡാർക്ക് എഡിഷൻ ആണ്. ഫുള്ളിന്റെ നേരെ താഴെ ഓപ്ഷൻ ആണ്. ഏകദേശം 12 ലക്ഷം രൂപയോളം 20 ലക്ഷം രൂപന്റെ മേലെ വില വണ്ടിയാണല്ലേ. അതായത് 23 ഇറങ്ങുമ്പോൾ. ഓക്കെ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആയതുകൊണ്ട് പിന്നെ എല്ലാം ബട്ടണാണ്, വേറെ സംഭവങ്ങളൊന്നും ഇല്ല. അടിപൊളിയാണ് വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ. ശരിക്കും എന്ത് റേഞ്ച് കിട്ടും? ഇത് ഏകദേശം 300 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. ഒരു 10-270 കിലോമീറ്റർ ഒക്കെ നമുക്ക് എന്തായാലും കിട്ടും അല്ലേ. അത് നമ്മുടെ ഉപയോഗം പോലെ ഉണ്ടാവും എപ്പോഴും ഈ EV-ന്റെ ഒരു മൈലേജ്. ഡെയിലി ഒരു നിശ്ചിത കിലോമീറ്റർ ഓടാല്ലേ ആളുകൾക്കാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആണ്. അതെ അതെ അതെ, കറക്റ്റ് 1 കിലോമീറ്റർ പോയി വരാൻ. എന്നും ഇപ്പോൾ ഒരു 100 കിലോമീറ്റർ എന്നും ഓട്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ടും നല്ലൊരു വണ്ടിയാണ് അല്ലേ. ഓക്കെ. അതുപോലെ തന്നെ 23 ആയതുകൊണ്ട് തന്നെ ഒരു പോറൽ പോലും ഇല്ല. പുത്തൻ വണ്ടി തന്നെ, പുത്തൻ വണ്ടി, ഒന്നും നോക്കണ്ട. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു 8,000 സർവീസും കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. 1,40,000 കിലോമീറ്റർ വരെ ബാറ്ററി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും വാറണ്ടി ഉണ്ടാവും. ധൈര്യമായിട്ട് എടുക്കാം, ഒന്നും പേടിക്കണ്ട. പുതിയ വണ്ടി എടുക്കണ ഫീൽ തന്നെ എടുക്കാം. ഇപ്പൊ ശരിക്കും 24 എനിക്ക് തോന്നുന്നു 23 ലക്ഷം രൂപ ഇപ്പൊ വിലയുണ്ട്. എടുക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഓഫറാണ്. കാരണം ഓഫർ ഒന്നും കൂടി 15,75,000 രൂപ കൊടുക്കാം. എത്രത്തോളം ഡിപ്രസിയേഷനിൽ കിട്ടാല്ലേ. അത് 8,000 കിലോമീറ്റർ. അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം അത്രയും ലോ കിലോമീറ്ററിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ പറയുന്നുണ്ട്. ശരിക്കും ഇത് പുതിയതെടുക്കാൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് വന്നെടുക്കാം. 5-8 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. അപ്പൊ ഈ പുതിയ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം ലോൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ടാവും. പിന്നെ വേറെ കാര്യം കേട്ടോ, ഇത് പുതിയത് എടുക്കാൻ വേണ്ടി ക്യാഷ് റെഡിയാക്കി വെച്ചിട്ടുള്ളവർ നിങ്ങൾ ഇത് എടുത്തോ, അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ചെറുത് പറഞ്ഞു രണ്ട് വണ്ടി എടുക്കാം. അതെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. അജു, ഇതെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ട്, ഓരോ ആളുകളെ പർപ്പസിനനുസരിച്ച് എടുക്കണം. ചിലപ്പോൾ അജുനില്ല ഇത് 10 ലക്ഷം കുറച്ച് കിട്ടിയാലും പുതിയതേ സെറ്റ് ആവുള്ളൂ. അജുന്റെ മൈൻഡ് അങ്ങനെയാണ്. ഇത് എടുത്താൽ പിന്നെ ഒരു സുഖം കിട്ടൂല. ഒരു 70% ആളുകളുണ്ട് ഇപ്പൊ ഇത്രയും ഡിപ്രസിയേഷൻ കിട്ടും. ഇതിനെ പറ്റി അറിയുന്ന അല്ലെങ്കിൽ കൂടുതലായി വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ, വണ്ടിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് സെക്കൻഡ് വണ്ടി കുഴപ്പമില്ല. ചില ആളുകളെ മൈൻഡ് സെറ്റ് പുതിയതൊക്കെ അവർക്ക് ആ പുതിയത് പോയി അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് അവരുടെ പേരിൽ ലോണൊക്കെ ചെയ്ത് ആ പെട്ടെന്ന് എടുത്ത് പരിപാടി നടത്താൻ. ഇതാകുമ്പോൾ ഒന്നുമില്ല, എപ്പോ വന്നാലും വണ്ടിയായിട്ട് പോവാം. നമ്മൾ നെയിം ട്രാൻസ്ഫർ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. വെയിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായ സുഖം, മനസ്സിനൊരു ആനന്ദമൊക്കെ അതിപ്പോ എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ നിങ്ങളൊരു മൊബൈൽ എടുക്കാൻ പോവാണെങ്കിൽ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലത് സെക്കൻഡ് വാങ്ങിക്കും, നല്ലൊരു പൈസ പറയും. അതേ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. വണ്ടി നോക്കി എടുത്തോളൂ, ഇതിനൊന്നും ഒരു കംപ്ലൈന്റ് ഇല്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. കമ്പനി ഓൾറെഡി വാറണ്ടി ഉണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും ഒരു പുതിയ വണ്ടി തന്നെ ഒരു 8,000 കിലോമീറ്റർ ഓടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഓണർ ആവും. 15,70,000 രൂപ ലോണൊക്കെ ഫുൾ ലോൺ കയറേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അന്വേഷിക്കാം. ഇനി Audi A4 ഒരു കിടിലൻ വണ്ടി. ഇതിപ്പോ അതർ സ്റ്റേറ്റ് ആണ്, ഡൽഹിയാണ്, സിംഗിൾ ഓണർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് NOC എടുത്തിട്ടുണ്ട്. ഓണർഷിപ്പ് മാറ്റിയില്ല, സിംഗിൾ ഓണർ തന്നെ പറയാം. അതായത് ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഓണർ ഇപ്പൊ ഇനി സെക്കൻഡ് ഓണറിലാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക. അതെ അതെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ, 28/5/2013 ഇതിന്റെ ഡെലിവറി സ്റ്റിക്കർ പോലും അതിനകത്ത് പോയിട്ടില്ല. അതാണ് ആ ഒരു വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട്. നല്ല ക്ലീൻ വണ്ടിയാണ്. S ലൈൻ ആണ്, ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. ഇത് ശരിക്കും ഡീസൽ എഞ്ചിനാണ്. A4 നല്ല രസമുള്ള വണ്ടിയാണ് ഓടിക്കാനും.
യാത്ര ചെയ്യാനും ഒക്കെ എല്ലാത്തിനും പറ്റിയ 2013 മോഡല് ഈ ഒരു ബഡ്ജറ്റിൽ എടുത്തിട്ട് ഒരു പ്രീമിയം സെഗ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഒരു പ്രീമിയത്തേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ എന്തുകൊണ്ട് എടുക്കാൻ പറ്റും ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് സാധനമാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് പ്രീമിയം റേഞ്ചിൽ ഏറ്റവും വില കുറച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഓടി അല്ലേ? നോർമലി റീസെയിൽ മാർക്കറ്റ് കുറവാണ്. അതെ അതെ, മറ്റു ബ്രാൻഡിനെ അപേക്ഷിച്ച് ഒന്ന് കുറവാണ്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഓടി. ഇപ്പൊ നമ്മളെ BMW X1 ഒക്കെ കാണിച്ചില്ലേ, അതിനൊക്കെ സ്റ്റിയറിംഗ് ടൈറ്റ് ഉണ്ടാവും. ആൾക്കാർ കംപ്ലൈന്റ് ആണെന്ന് ചെയ്തു, കംപ്ലൈന്റ് അല്ല. 11 വരെ വന്ന X1 3 സീരീസിനൊക്കെ സ്റ്റിയറിംഗ് ടൈറ്റ് ഉണ്ട്. നമ്മൾ ഇന്നോവന്റെ കേസ് പറഞ്ഞ പോലെ ഇന്നോവയ്ക്ക് എപ്പോഴും ചെറിയ ടൈറ്റ് പോലെ തോന്നും. 12 ശേഷമാണ് അത് റെഡി ആയി വന്നത്. ഇതൊക്കെ വളരെ സ്മൂത്ത് ആണ് അല്ലേ? അതെ അതെ അതെ. ഇതിന്റെയൊക്കെ A4 A6 ഒക്കെ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ ഒരു റിഫൈൻമെന്റ് അല്ലേ? A6 ഉണ്ട്, നമ്മളെ 2 വണ്ടി ഉണ്ട് അല്ലേ? അത് ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു 2013 മോഡലാണ് 10,90,000 രൂപ വില വരും. രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ ആളുടെ പേരിലാക്കി കൊടുക്കും. അതായത് ഒരു 3 ലക്ഷം രൂപ ഇതിന് ടാക്സ് തന്നെ വരും അല്ലേ? 2013 ഒറിജിനൽ കേരള ആണെങ്കിൽ എന്തായാലും 12-12 ഈ റേഞ്ച് ക്വാളിറ്റിയിലെ വണ്ടിക്ക് വില വരും. ഇപ്പൊ ഈ 10,90 കൊടുക്കുന്ന വണ്ടി തന്നെ നമ്മൾ 9,90 കൊടുക്കേണ്ട വണ്ടികളും വരുന്നുണ്ട്. ഇത് കുറച്ച് നമുക്ക് പ്രൈസ് ആയിട്ടുണ്ട്. ഇത് കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ ഒന്നിന്റെ ചോട് ഓടിയിട്ടുള്ളൂ. 10,90,000 കിലോമീറ്റർ ഓടി. ഇനി ഒരു വർക്കും ഇല്ല, സസ്പെൻഷന്റെ വർക്ക് ഉണ്ടായിരുന്നു, നമ്മളൊക്കെ ചെയ്താണ്. പിന്നെ അത്യാവശ്യം മൈലേജും കിട്ടും കേട്ടോ. നോക്കിക്കോളൂ, നല്ലൊരു ഓടി നോക്കുന്നവര് 10,90,000 ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. NOC കൊടുക്കാൻ പറ്റുമോ? NOC കൊടുക്കാം, പക്ഷേ ഓൾറെഡി നമ്മൾ NOC എടുത്തു പോയി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. ഇനി അത് NOC കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, കാരണം അത് NOC ഓടലൊന്നും അത്ര സേഫ് അല്ല. എന്നാലും ഇവർക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. രജിസ്റ്റർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ. 10,90. അപ്പൊ എന്തായാലും നമ്മുടെ സഫാരി കാർസിലെ ഈ ഒരു ഷോറൂമിൽ നിന്ന് നമ്മൾ കാണിക്കുന്ന ലാസ്റ്റ് വണ്ടി എന്ന് പറയുന്നത്, വണ്ടികൾ വേറെ ഒരുപാട് കിടക്കുന്നുണ്ട്. ഇന്നോവകളുണ്ട്, ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, നമ്മളെ ചെറുവണ്ടി i20, സ്വിഫ്റ്റ്, ഡിസയർ, കോളീസ് വരെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓട്ടോമാറ്റിക് മഹീന്ദ്രന്റെ ഒരു വണ്ടി ഉണ്ട്. അതേപോലെ ഒട്ടനവധി വണ്ടികളുണ്ട്. അപ്പൊ നമ്മളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വിന്റേജ് ചെയ്യുന്നുണ്ട്. ചെറിയ വണ്ടി മാരുതി 800, അൾട്ടോ, അതേപോലെ സ്വിഫ്റ്റ്, ആ കാറ്റഗറി ഉണ്ട്. ഇന്നോവ, ഫോർച്യൂണർ, സെഡാൻ ടൈപ്പ്, SUV ടൈപ്പ്, പ്രീമിയം സെഗ്മെന്റ്, എല്ലാ കാറ്റഗറിയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കാറ്റഗറിയിൽ മാത്രം നിൽക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാ ഐറ്റംസ് കസ്റ്റമറും ഉണ്ടാകുന്നത്. നമ്മളെ മുന്നിൽ കാണുന്ന നല്ല വണ്ടിയാണ്, മറ്റൊരാൾക്ക് കൊടുത്താൽ ബുദ്ധിമുട്ടില്ലാത്ത വണ്ടിയാണ്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ മാരുതി കിട്ടിയാലും വിൽക്കും, റോൾസ് റോയ്സ് കിട്ടിയാലും വിൽക്കും, അതാണ് തയ്യാറാണ്. അപ്പൊ അതിനൊക്കെ കസ്റ്റമർ നമുക്കുണ്ട്. ഇനിയിപ്പോ ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് 2011-12 റേസർ. നമ്മളവിടെ C ക്ലാസ് നേരത്തെ കാണിച്ച അതേ ഷേപ്പിൽ തന്നെ വരുന്നത്. പക്ഷേ ഇതിന്റെ അകത്ത് നല്ല അടിപൊളി അലവിലുണ്ട്, വൈറ്റ് കളറാണ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഇത് NOC കൊടുക്കാൻ പറ്റും പ്രൈസിൽ. നമ്മൾ എടുത്തിട്ടില്ല NOC അല്ലേ? അല്ല, അപ്പൊ നമുക്ക് NOC എടുത്ത് കൊടുക്കുമ്പോൾ 8,75,000 രൂപക്ക് അടിപൊളി C ക്ലാസ് NOC. അതായത് 2011-12 രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? നമ്മൾ ആ കാണിച്ച അതേ ഷേപ്പ് തന്നെ. പിന്നെ ഫീച്ചേഴ്സ് ഒക്കെ അടക്കം വരുന്നുണ്ടല്ലേ? എല്ലാം ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ്, ഒരു കുഴപ്പമില്ല. സീറ്റിന്റെ ആ ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ട്, നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ചെയ്യാം അല്ലേ? ബാക്കി വേറെ ഒരു കംപ്ലൈന്റ്സ് ഒന്നും ഫുള്ളാണ് അല്ലേ? 1 കോടി ഉണ്ടോ? 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? ഇതൊക്കെ എന്താ വെച്ചാലേ വാറണ്ടി ഗ്യാരണ്ടി ചോദിക്കാൻ പാടില്ല, അത് നമ്മൾ തരൂല. കാരണം നമുക്കിവിടെ നിലനിൽപ്പ്, കാരണം എങ്ങനെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം? 2011 മോഡലാണ്. ഈ ഗ്യാരണ്ടി കൊടുത്തിട്ട് ഈ കസ്റ്റമർ ചിലപ്പോൾ ഒരു 10,000, 20,000 അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ഓടുമ്പോൾ സസ്പെൻഷന്റെ പണി വന്നവരെ നമ്മൾ വിളിക്കും. പുതിയ ഷോറൂമിൽ നിന്ന് ഇറക്കി ഒരു 100 കിലോമീറ്റർ ഓടുമ്പോഴത്തേന് പല കംപ്ലൈന്റും വണ്ടികൾക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അത് അങ്ങനെ കസ്റ്റമറോട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മാക്സിമം നോക്കിക്കോട്ടെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ 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 ജെനുവിൻ ആയിട്ടാണ് പല കാര്യങ്ങൾ പറയുന്നത്. അതല്ലേ, ഞാൻ എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വലിയൊരു സംഭവമല്ല. 4.5 ലക്ഷത്തിന്റെയും 5 ലക്ഷം 5.5 ലക്ഷത്തിന്റെ ഒക്കെ ബെൻസുകൾ ഉണ്ടല്ലേ? അതുകൊണ്ട് അതിലും കുറച്ച് 3.5-നും 2-നും ഒക്കെ ബെൻസ് കിട്ടാറുണ്ട്. ഇതിനെ പറ്റി അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചെടുത്താല് ഒരു കുഴപ്പമില്ല. ഞാൻ ഉപയോഗിക്കണ നമ്മളെ GL 350 2014 എല്ലാവരോട് പറഞ്ഞു മെയിൻ്റെനൻസ് കൂടും, കാരണം ഒന്നിച്ചില്ലാൻ ₹1,00,000 വിലയുള്ള വണ്ടിയാണ്. ഞാനൊരു 5-8 മാസം ഉപയോഗിച്ചിട്ട് എനിക്കൊരു പണി വന്നിട്ടില്ല. ഇനി എനിക്ക് ആ പണി വന്നാലും കുഴപ്പമില്ല, ഞാൻ പണി വന്നാലും ചെലവാക്കാൻ തയ്യാറാണ്. ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് നോക്കി വണ്ടി എടുക്കാൻ അറിയാം, ചെക്ക് ചെയ്ത് ഉപയോഗിക്കാൻ അറിയാം, മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം. അതാണ് മെയിൻ ആയിട്ട്. നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമർക്കും ആ സർവീസ് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? കാരണം ഇവിടെ വരുന്ന ഒരാള് എന്റെ സഹോദരനെ പോലെയാണ് കാണുന്നത്. കാരണം ഞാനായിട്ട് ഒരാളെ എന്താ പറയാ, നമ്മളെ ഇത് പറഞ്ഞ പ്രാക്കിലെ പൈസ ആറാമായ സംഭവം
ചെയ്യൂല. നമ്മൾ അതുകൊണ്ടാണ് ലോൺ പോലും ചെയ്യാത്തത്. ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അല്ലേ? അതുകൊണ്ടല്ലേ ലോൺ പോലും ചെയ്യാത്തത്. അതെന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്താന്ന് കുറെ ആൾക്കാർ ചോദിക്കും. നമ്മളത് വിശദീകരിക്കുമ്പോൾ നമ്മൾ വലിയ ഒരുപാട് നല്ലൊരാളാവുമെന്ന് വേണം. അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. എന്റെ കച്ചവടത്തിൽ നമുക്കൊരു എത്തിക്സ് ഉണ്ട്. ഇപ്പൊ അജു കരഞ്ഞിട്ട് അജുവിന്റെ കണ്ണീരിലൊരു പൈസ നമ്മൾ തട്ടി, ഞാനും എന്റെ അനിയന്മാരും അവിടെ 4 ആള്, എന്റെ ഫാമിലി മൊത്തം ഇൻക്ലൂഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അപ്പൊ നമുക്ക് ഭാവിയിൽ ഒരാളും രക്ഷപ്പെടില്ല. ഒരാളെ ഹറാമായ അല്ലെങ്കിൽ പൊരുത്തല്ലാത്ത ഇഷ്ടപ്പെടാത്ത നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ വല്ല ഹോസ്പിറ്റലിലോ ആ വിശ്വാസം തീരുള്ളൂ. കാരണം എനിക്ക് കുറെ മുന്നേ ഇപ്പൊ ഞാനൊരു 10 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത സമയത്ത് നമ്മൾക്ക് ഒരുപാട് തെറ്റ് വന്നിട്ടുണ്ട്. 6-7 വർഷം മുന്നൊക്കെ നമ്മൾ ലോൺ കൊടുത്ത വണ്ടി നമ്മൾ മറ്റൊരാളെ വണ്ടി കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് വന്നു. അപ്പൊ അതിലൊക്കെ നമുക്കിപ്പോ സംഘം നമുക്ക് തിരുത്തി പോകാൻ പറ്റുന്ന സമയത്ത് നമ്മൾ തിരുത്തണമല്ലോ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നിലവിൽ 4-5 വർഷമായിട്ട് നമ്മൾ ഇതേ രീതിയിലാണ് പോകുന്നത്. അതായത് അൻഫാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏകദേശം ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ, അതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വരിക, നല്ല വണ്ടികൾ എടുക്കുക. ഇപ്പൊ നമ്മൾ ശരിക്കും അൻഫാൽ ഖാന്റെ പുതിയ ഷോറൂമിൽ നിന്ന് ഓൾറെഡി പഴയത് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് വന്നാണല്ലേ? അതെ. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം മാത്രമേ ഉള്ളൂ. ടൊട്ടുപിക്ക നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് വണ്ടികളുണ്ട്. അത്യാവശ്യം കുറച്ചെണ്ണത്തിന് ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഫസ്റ്റ് തന്നെ ഒരു നരി ആയിക്കോട്ടെ, GL 350 അല്ലേ? ഇത് 2014 മോഡല്. 14 ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. ഓട്ടോ ഒക്കെയോ? അത് കിലോമീറ്റർ 120, ജെന്യൂൻ സർവീസ്, കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് അല്ലേ? ഓക്കെ, അത് കാണുമ്പോൾ തന്നെ അറിയാം. ഏകദേശം ഈ വണ്ടിക്ക് അന്ന് 90 ചില്ലാ ലക്ഷം രൂപ, 1 കോടി രൂപേനെ അടുത്ത് വിലയുണ്ട്. ഇപ്പൊ ഇതിന്റെ GLS-ന് 1,40,00,000 രൂപ വിലയായില്ലേ? അതിനനുസരിച്ച് നമുക്കൊരു 35 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ സൈസ് SUV എന്ന് പറയുന്നതിന്റെ എക്സാക്ട് വണ്ടി ഇതാണ് അല്ലേ? 8 ആൾക്ക് അടിപൊളി, 7 ആൾക്ക് 8 ആൾക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. അതും പ്രീമിയത്തിന്റെ അങ്ങേ അറ്റം അന്ന് തന്നെ എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. പിന്നെ V6 ഇഞ്ചനാണ് വരിക, ഡീസൽ എഞ്ചിനാണ്. പിന്നെ ഓൾറെഡി നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി അത്യാവശ്യം മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന ആൾക്കാർ പറഞ്ഞു. അങ്ങനെ മെയിൻ്റെനൻസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് ഇതിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാനും അല്ല, ഇത് ഞാൻ ഉപയോഗിക്കണമല്ല, ഇത് നമുക്ക് വിൽക്കാനുള്ള വണ്ടിയാണ്. ഉപയോഗിക്കുന്ന വണ്ടി അവിടെ ഉണ്ട്, പുറത്തുണ്ട്. അല്ല, ഈ സെയിം സാധനം ഉപയോഗിക്കുന്നത്, അപ്പൊ അതിന്റെ അവസ്ഥകൾ കറക്റ്റ് മനസ്സിലാവും. അതെ. 35 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് അല്ലേ? 35 ലക്ഷം. ഓക്കെ, ലോണൊക്കെ കയറേണ്ടതാണ്, നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇതാണെങ്കിലോ? ഇതാണ് നമ്മുടെ GLC. അതായത് ഇത് GLC 220 അല്ലേ? 2019 മോഡൽ. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബെൻസ് സെഗ്മെന്റിലെ SUV സെഗ്മെന്റിലെ ഏറ്റവും ലോ GLC, ഏറ്റവും ലോ എന്ന് പറയാൻ പറ്റില്ല. GLA തുടക്കം വരുന്നത് ഇതൊക്കെയല്ലേ ശരിക്കും? പിന്നെ A ക്ലാസ് GLA ഉണ്ട്. ഇത് നമ്മൾ C ക്ലാസ് ഇല്ലേ? C ക്ലാസിന്റെ സെയിം SUV ആണ് GLC അല്ലേ? നമ്മൾ E ക്ലാസിന്റെ SUV ആണ് GLE. മെർസിഡീസ് ബെൻസ് S ക്ലാസിന്റെ SUV ആണ് GLS. അങ്ങനെ വരും. ഇതിന്റെയൊക്കെ ശരിക്കും ഇന്റീരിയർ നിങ്ങൾക്ക് എന്താ പറയാ, പറയേണ്ടതോ അല്ലെങ്കിൽ നോക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. പുതുപുത്തൻ വണ്ടി. അതായത് ആകെ 10,000-60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് മോഡൽ ഏതായിരുന്നു? ഒറിജിനൽ കേരള 2019. മോഡൽ കൂടിയ വണ്ടിയാണ്. ഏകദേശം അന്ന് 10-75 ലക്ഷം രൂപ വില വരുന്ന വണ്ടി. 75. പിന്നെ നമ്മളെ മെർസിഡീസ് ബെൻസിൽ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെട്ട മോഡൽ പറഞ്ഞാൽ E ക്ലാസ് ആണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഈ GLC വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെട്ട മോഡലാണ് ഇതാണ് അല്ലേ? നല്ല റീസെയിൽ മാർക്കറ്റും ഉണ്ട്, മെയിൻ്റെനൻസ് കമ്മിയാണ്, അത്യാവശ്യം മൈലേജിൽ ഒരു SUV ക്യൂട്ട് ലുക്കില് അടിപൊളി വണ്ടിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് കുറച്ചും കൂടി കോമ്പാക്റ്റബിൾ സൈസ് ആണ്, അതുകൊണ്ട് ഉപയോഗിക്കാൻ എളുപ്പമാണ് അല്ലേ? എല്ലാ വേരിയന്റ് ഫോർമാറ്റിക് ആണ്, ഫോർ വീൽ ഡ്രൈവ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഇപ്പൊ എന്താ പ്രൈസ്? ഇത് നമ്മൾ ഫൈനൽ 57 ലക്ഷം രൂപയാണ്. 57 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ചെറിയൊരു നെഗോസിയേഷൻ, ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും അല്ലേ? ഇത് അത്യാവശ്യം റീസെയിൽ മാർക്കറ്റ് ഉണ്ടായതുകൊണ്ടാട്ടോ. എന്നാലും പുതിയ വണ്ടിയിൽ നിന്ന് 10-15 ലക്ഷം രൂപന്റെ ഡിപ്രസിയേഷൻ എന്തായാലും ഉണ്ടല്ലേ? പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല 19 സൈസ് വീലാ വരും. അതെ. അലോവിലൊക്കെ ഭയങ്കര സൈസ് ആണ് കേട്ടോ. ശരിക്കും ഒരു രസമുള്ള ഒരു വണ്ടി തന്നെയല്ലേ? ഓടിക്കാൻ അടിപൊളിയായിരിക്കും. അധികം എൻക്വയറി ഇല്ല വണ്ടിയാണ്, അധികം ആളുകളും ഇഷ്ടപ്പെടുന്ന വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. 100% ഗ്യാരണ്ടി. ഇത് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഇതിന്റെ ബമ്പർ റീപ്ലേസ് ഉണ്ട്. ബമ്പർ അല്ലേ? അത് നമുക്ക് കസ്റ്റമർ വരുമ്പോൾ ഇതിന്റെ കറക്റ്റ് നോട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റും. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തോ. സർവീസ് കാര്യങ്ങളൊക്കെ ഷോറൂമാണ് അല്ലേ? ഇനി ഇത് 2016 റേഞ്ച് റോവർ ഇവോക്ക് ആണ്. ഏറ്റവും റീസെയിൽ മാർക്കറ്റും എൻക്വയറിയിലെ ഒരു മോഡലാണ് ഇവോക്ക്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ റേഞ്ച് റോവർ സെഗ്മെന്റിൽ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി. അതെ. കാരണം അതിന്റെ ഒരു ഡിസൈൻ വൈസ് തന്നെ അല്ലേ?
ഇത് ശരിക്കും മോഡൽ ഏതായിരുന്നു? ഇത് 2016 മോഡലാണ്. പക്ഷെ 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ തന്നെയല്ലേ? ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടി. ശരിക്കും പ്രീമിയം സ്പോർട്സ് അങ്ങനെ എന്ത് വേണേലും പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ഉൾപ്പെടുത്താൻ. അതെ അതെ അതെ. ഇത് ശരിക്കും കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. മോഡൽ ഏതായിരുന്നു? 16 അപേക്ഷിച്ച് വളരെ വളരെ ലോ കിലോമീറ്റർ. ഇങ്ങനെ വണ്ടി റയർ ആയി. അതെ അതെ. അതിന്റെ ഇന്റീരിയർ ഒക്കെ അത്രയ്ക്കും ക്ലീൻ ആണ്. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന്റെ ഡൈനാമിക് വരുമ്പോഴാണ് ആ സീറ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്നത്. 2 എക്സോസ്റ്റ് വരും. അതെ അതെ. പിന്നെ മൂൺ റൂഫ് കാര്യങ്ങളൊക്കെ. സൺറൂഫ് ഓപ്പൺ ടൈപ്പ് അല്ല, അത് മൂൺ റൂഫ് മാത്രമാണ് കേട്ടോ. ശരിക്കും ഇവോക്ക് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് കിടിലൻ സാധനം. ഇതിന്റെ ടയർ മാറിയതാണോ അതോ കമ്പനി വേണോ? കുറച്ചുകൂടി വലിയ ടയർ ഇട്ട പോലെ ഉണ്ട് അല്ലേ? സൈസ് കൂടിയതല്ലേ? ഓക്കെ. അതൊരു മാസീവ് സാധനം, ഭയങ്കര വലുപ്പമുണ്ട് ടയറൊക്കെ. എന്താ പ്രൈസ് വരുന്നത്? 46 ലക്ഷം രൂപയാണ്. അത്യാവശ്യം ഒരു മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് അല്ലേ ഇത്? അതെ അതെ. ഓക്കെ. 46 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. ക്ലീൻ വണ്ടി, 16 ലോ കിലോമീറ്റർ. അതെ അതെ അതെ. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഡൈനാമിക് ആണ്, ഓപ്ഷനാണ്. ഇതാണെങ്കിലോ? ഇത് നമ്മൾ കണ്ട GLC 220 സെയിം 200 ആണ്. ഓക്കെ. അതിൽ എന്താ വ്യത്യാസം വരുന്നത്? വ്യത്യാസം പെട്രോൾ എഞ്ചിനെ വരും. പെട്രോൾ അല്ലേ? ഡീസൽ എഞ്ചിനെ. ഓക്കെ ഓക്കെ. ഇത് 2020 മോഡലാണ്. 21 രജിസ്ട്രേഷൻ വരുന്ന. എത്രയൊക്കെ ഓട്ടോ ഒക്കെ? ഇത് ന്യൂ ഷേപ്പായി. ആ ഷേപ്പിലേറെ മാറ്റമുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇത് 33,000 ഓടിയിട്ടുള്ളൂ. മറ്റു വണ്ടിന്റെ ഇന്റീരിയർ കൊണ്ടൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ? കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ന്യൂ ജനറേഷനിലേക്ക് മാറി. അതെ. ഇതിലും സംഭവം മൂൺ റൂഫ് ആണുള്ളത്. ഇത് പനോരമിക് സൺറൂഫ് ഉണ്ട് അല്ലേ? ഓപ്പൺ ചെയ്യാൻ. ഓക്കെ ഓക്കെ. ശരിക്കും ഒരു പുതുപുത്തൻ വണ്ടി നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കുന്ന പോലെ. 21 റേസർ. ഇത് 75 ലക്ഷം രൂപ അന്ന് വില ഉണ്ട്. ഇപ്പൊ 94 ലക്ഷം രൂപ വില ഉണ്ട്. ഓക്കെ. ഇപ്പൊ നമുക്ക് എത്ര കോടി രൂപന്റെ അടുത്ത് വരും. ഇത് നമുക്ക് 57 ലക്ഷം രൂപ കൊടുക്കും. 57 തന്നെ അല്ലേ? പെട്രോളിന് മൈലേജ് ഒക്കെ കിട്ടും. മൈലേജ് നമ്മൾ കമ്പനി ഒരു 13-14 ഒക്കെ അവകാശപ്പെടുന്നത്. 10-11 കിലോമീറ്റർ ഒക്കെ പ്രതീക്ഷിക്കാം. 9-10 8 മുതൽ ഒരു 12 വരെ അതിന്റെ ഇടയിൽ പ്രതീക്ഷിക്കാം. ഡ്രൈവിംഗിന് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഇതിൽ തന്നെ കംഫോർട്ട് മോഡ് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, സ്പോർട്ട് പ്ലസ് ഉണ്ട്. അതിൽ ഓരോ മൈലേജ്. നമ്മൾ കറക്റ്റ് പറയണ്ടേ. ഞാൻ 8, 9, 10, 14 അങ്ങനെ. അത് ഡിപ്പെൻഡബിൾ ആണ്. നിങ്ങൾ ഓടിക്കുന്നതിന് പോലെ ഉണ്ടാവും. പിന്നെ വിലയോ എത്ര പറഞ്ഞത്? 57 ലക്ഷം. 57 അല്ലേ? ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഫീൽ എടുത്ത് പോകുന്നത് ഈ വണ്ടികളൊക്കെ കൊണ്ടുപോകും. അത്ര ഗ്യാരണ്ടി. ക്ലീൻ ആണ്, ക്ലീൻ ആൻഡ് നീറ്റ്. ഷോറൂം ഹിസ്റ്ററി. ഇവരെന്തായാലും ലോൺ തരില്ല. നിങ്ങൾ അന്വേഷിച്ചോളൂ കേട്ടോ. ഈ നിങ്ങൾ ബൈക്കിന്റെ പരിപാടി ഉണ്ട് അല്ലേ? അത് നമുക്ക് കാറിലാണ്. നമുക്ക് ചില വണ്ടി എക്സ്ചേഞ്ച് വരും. പ്രീമിയം ബൈക്കുകളൊക്കെ നമ്മൾ ഇറക്കി ചെയ്യല്. എക്സ്ചേഞ്ച് എടുക്കും അല്ലേ? കാറുമായിട്ട് വില കൊടുക്കലുണ്ട്. പല വണ്ടികളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇത് ശരിക്കും മോഡൽ ജസ്റ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ 2017 ആളുകൾക്ക് നമ്പർ ഉണ്ടല്ലോ, വിളിച്ചാൽ നമുക്ക് പറഞ്ഞു. എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-3 ഉള്ളിലാണ് കൊടുക്കാൻ പറ്റും. ഓ, അപ്പൊ നല്ലൊരു പ്രീമിയം വണ്ടി, അതും ഹാർലി ഡേവിഡ്സൺ. ലോ ബഡ്ജറ്റിൽ എടുക്കാൻ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ. ഫൈനൽ വില ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്തായാലും ചെറിയ പൈസക്ക് കൊടുക്കാം. ഏറ്റവും പുതിയ മോഡൽ ഒരു മെറിഡിയൻ കാണിച്ചു തരാം. ഇതെന്താ ഡീറ്റെയിൽ? 6000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ആകെ 6000. മോഡലോ? 23 ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ അതെ. ശരിക്കും നമ്മുടെ ആ ഒരു GLSന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു സൈസ് ഉള്ള വണ്ടി അല്ലേ? അതെ അതെ. ശരിക്കും 2023 മോഡലാണ്. 44 ലക്ഷം രൂപ അന്ന് ബില്ലിലെ വണ്ടിയാണ്. ഇപ്പൊ ഓൺ റോഡ്. ഇപ്പൊ നമുക്കൊരു 39 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 5 ലക്ഷം രൂപയുടെ ഡിപ്രിസിയേഷൻ വന്നു. വെറും 6000 കിലോമീറ്റർ ഓടി. അതെ അതെ. അപ്പൊ എന്തായാലും ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് വന്ന് എടുക്കാം. അതെ, നമ്മൾ നേരത്തെ കുറെ വണ്ടികളുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് പ്രിഫർ ചെയ്യാവുന്ന ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ? ടോപ്പ് മോഡൽ അല്ലേ? ടോപ്പ് മോഡലാണ്. ഓക്കെ. അപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ഏകദേശം കസ്റ്റമർ അന്വേഷിക്കട്ടെ അല്ലേ? 23 അല്ലേ? അതെ അതെ. പുത്തൻ വണ്ടി ആയതുകൊണ്ട് അല്ലേ? പിന്നെ ഇപ്പൊ 2 വണ്ടി ഇറങ്ങും. ഇതൊക്കെയോ? ഒന്ന് വോൾസ്വാഗന്റെ ടൈഗൺ ഓട്ടോമാറ്റിക്. 16,000 17,000 കിലോമീറ്റർ. DST അല്ലേ വരിക? DST ഗിയർ ബോക്സ്. ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 17,90,000 രൂപ. 17,90,000 അല്ലേ? ലോ കിലോമീറ്റർ ആണ്. താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ ഇത് ടാറ്റന്റെ സഫാരി. ഇത് പുത്തൻ വണ്ടിയാന്ന് തോന്നുന്നല്ലോ. വണ്ടി 2021 ഇറങ്ങിയതാണ്. അതായത് 7/5/2021. പക്ഷെ ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്താ വണ്ടി, അടിപൊളി വണ്ടിയാണ്. അതെ അതെ. ക്ലീൻ ആൻഡ് നീറ്റിലാണ്. ഇത് ഏകദേശം അന്ന് 28 ലക്ഷം രൂപയോളം വില വന്നു. ഇതിപ്പോ 34 ലക്ഷം രൂപ ഇപ്പത്തെ വണ്ടിക്ക് വില. ഓൺ റോഡ് ചെറിയ വ്യത്യാസമുണ്ട്. ഇതിപ്പോ 24 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറിയ മാറ്റം വരും. ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ എന്താ വെച്ചാൽ പുതിയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നത് അങ്ങനത്തെ വണ്ടികളാണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഇതിനൊന്ന് ഇന്റീരിയർ ഞാൻ കാണിക്കാത്തത്, അൻഫാൽ ഖാൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്, അതുകൊണ്ടാണ്.
നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ എല്ലാ വണ്ടീൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ എന്നാലും നമ്മുടെ സഫാരി കാർസിൽ അൻഫാൽ ഖാൻ്റെ അടുത്തുള്ള ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ 3 വണ്ടി കാണിച്ചു തരാം. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. പ്രീമിയം വണ്ടികൾ ആരും ഒന്ന് നോക്കാണ്ട് മണിക്കൂറുകളാവും. അതെ, അതുകൊണ്ട് നിങ്ങൾ വരിക, ചെക്ക് ചെയ്യുക. ഇനി കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ അൻഫാൽ ഖാക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരും അല്ലേ. ഇന്റീരിയർ എക്സ്റ്റീരിയർ ക്ലീൻ ഫോട്ടോസ് അയച്ചു തരും. ഇത് ഏതാ മോഡൽ? ഇത് 2013 ഒറിജിനൽ കേരള വണ്ടികളാണ്. എയർ സസ്പെൻഷൻ വരുന്നത്, എയർ സസ്പെൻഷൻ വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് പൊക്കാട്ടോ. അങ്ങനെ കുറെ ഇതിപ്പോ ഉയർത്തിയാണ്ടും താന്നാണ്ടും തന്നെ. അതെ, അത് കാണുമ്പോൾ തന്നെ വ്യത്യാസമാണ്. ഓക്കെ, ഇത് ശരിക്കും എന്താ വില? ഏകദേശം നമുക്കൊരു 13.5 ലക്ഷമാണ് ആസ്ക് ചെയ്യുന്നത്. 13.5. ഇത് 15.5 ലക്ഷമാണ് ആസ്ക് ചെയ്യുന്നത്. കേരള വണ്ടിയാണോ? രണ്ടും കേരള വണ്ടിയാണ്. ഇത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതോ? ഇത് 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ, എല്ലാവിധ ഫെസിലിറ്റിയും തരും. ഡീറ്റെയിൽസ് അത് ഓടിന്റെ Q5 ഇത് ടൈപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് NOC 2015 ആണ്. 12.5 ലക്ഷം റുപ്യ കൊടുക്കും. ഓക്കെ, ഇതിപ്പോ നിലവിൽ NOC-ലാണ് ഉള്ളത്. പിന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ പൈസ വരും അല്ലേ? അത് നിങ്ങൾ കാണണം കേട്ടോ. ഈ വണ്ടികളൊക്കെ ക്ലീൻ ആണ്. ഈ 2 വണ്ടിയും അത്രയ്ക്ക് നീറ്റാണ്, കുറച്ച് പഴയ മോഡൽ ആണെങ്കിൽ പോലും അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാണിച്ച വണ്ടികളുടെ ഏതെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്ത് ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെങ്കിലും അൻഫാൽ ഖാക്ക് മെസ്സേജ് അയച്ചാൽ മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഇവിടെയുള്ള മൊത്തം വണ്ടിന്റെ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും അല്ലേ? അതെ, സ്റ്റോക്ക് ഒക്കെ നമുക്ക് കൊടുക്കാം. എല്ലാ ഐറ്റംസും വണ്ടിയുണ്ട്. ഇപ്പൊ നമ്മള് കുറച്ച് ചുരുക്കം വണ്ടികളെ കാണിച്ചിട്ടുള്ളൂ. അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾ പിന്നെ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ. ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഏതെങ്കിലും എടുത്ത് തരണമെങ്കിൽ അതിനും റെഡി. തീർച്ചയായിട്ടും കസ്റ്റമർ ഓൾറെഡി ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ നമ്മൾ വണ്ടിയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാരുതി മുതൽ റോൾസ് റോയ്സ് വരെ ഏത് വേണേലും ഒന്ന് വിളിച്ചോ, സെറ്റ് ആക്കി തരും. അതെ, എന്തായാലും ഉഷാറായി പോട്ടെ അല്ലേ. സന്തോഷം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വന്നതിൽ ഒരുപാട് സന്തോഷം. അതെ, നിങ്ങളെ കാണാൻ പറ്റില്ല, അതിലും വലിയ സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.